ഭ്രാന്താണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ. എന്താണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയത്? പെട്ടെന്ന് അവർ ദൈവവിശ്വാസികളാകുന്നു, വിശ്വാസ സംരക്ഷകരാകുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു. ഇതാ ഇപ്പോൾ അവരുടെ ഒരു MLA, പ്രതിഭ MLA വളരെ സദാചാര സന്ദേശവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്താ പറയുന്നത്? ഈ സിനിമാ നടികളൊക്കെ ഈ തുണിയില്ലാതെ വന്ന് കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല. ഇനി എന്നെ ഒരു സദാചാര സംരക്ഷകയായിട്ടൊന്നും വ്യാഖ്യാനിക്കാനൊന്നും വരണ്ട. ഞാൻ പറയാനുള്ളത് പറയും. ഈ ചെയ്യുന്നത് ശരിയല്ല. അവരുടെ വാക്കുകളിൽ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായോഗ്യമാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. അത് രീതിയൊക്കെ മാറണം. അത്താൻ പറയണോന്നെ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇനി ഉണ്ടാക്കാൻ വരരുത്. കേട്ടല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിയായ മാർക്സിസ്റ്റുകാരിയായ പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന, കാരണം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടിയൊക്കെ പോരാടുന്ന ഒരു MLA ആണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് ഏതെങ്കിലും തീവ്ര മതവിഭാഗ സംഘടനകളോ അല്ലെങ്കിൽ സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ നേതാവല്ല ഈ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA ആണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. നമ്മൾ കേട്ടത് അന്തം വിട്ടുപോയോ നിങ്ങൾ? സത്യമാണ്. അവരെ തന്നെയല്ലേ സംസാരിച്ച്? അവരെ കണ്ടില്ലേ നിങ്ങൾ? അവരേതൊരു ക്ലബ് ഉദ്ഘാടനത്തിന് പറഞ്ഞതാണ് പോലും. ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമ്മൾ കാണുന്നതാണ്. നമുക്കറിയാം. ആ നടിമാരെ പറ്റിയൊന്നും നമ്മളിവിടെ പ്രത്യേകിച്ച് അവരുടെ പേരൊന്നും എടുത്ത് പറയേണ്ട. അവർ വരുന്നതും ഏത് വേഷത്തിലാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അത് കാണാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടും. അങ്ങനെ ആ കട അവിടെ വന്നു എന്ന് പൊതുജനം അറിയും. അത് തന്നെയാണ് ഈ കട ഉദ്ഘാടനത്തിന് ഇവരെയൊക്കെ വിളിക്കുന്നതിനും കാരണം. ഇതുപോലെയുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കൂടുമോ? കൂടില്ല. അതുകൊണ്ട് ഈ കടക്കാർക്ക് പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? അവർ ഇത്തരം ആൾക്കാരെ കൊണ്ടുവരും, ഉദ്ഘാടനം നടത്തും. അപ്പോൾ എന്ന് മാത്രമല്ല, എന്തോ ഒരു കുശുമ്പുണ്ട് ഈ സിനിമാക്കാരോട്. അവർ തുണി ഇല്ലാതെ വന്ന് ആടുന്നു, പാടുന്നു, കട ഉദ്ഘാടനം ചെയ്യുന്നു. എന്തിനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തോതിലുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പ്രതിഭയുടെ പ്രസംഗത്തിൻ്റെ വീഡിയോന് കീഴെ അവരെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകളാണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ. കാരണം നമുക്കറിയാം, ചുംബന സമരമൊക്കെ നടന്നതാണ് നമ്മുടെ നാട്. പരസ്യമായി ഈ വിധത്തിലൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെയൊക്കെ എതിർത്ത് സംസാരിക്കാൻ ഇവരെന്താണ്, ഇവരാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും. സ്വാഭാവികമായിട്ടും അവർ വലിയൊരു ക്രിറ്റിസിസത്തിന് വിധേയമാകേണ്ടി വരും വരുന്ന ആളുകളിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സോഷ്യൽ മീഡിയ കൊണ്ടാടും. ഈ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു കാര്യം ഉറപ്പാണ്, അവർ പറയുന്നതിലും ചില കാര്യങ്ങളില്ലേ എന്ന് നമുക്ക് സാധാരണക്കാർ ചിന്തിച്ചാൽ തെറ്റൊന്നുമല്ല. പുരോഗമനങ്ങളില്ലാത്ത, പരിഷ്കാരങ്ങൾ ചെന്ന് തീണ്ടിയിട്ടില്ലാത്ത, തുണി ഉടുക്കാനൊന്നും അവകാശങ്ങളോ അല്ലെങ്കിൽ അറിയാത്തവരോ ആയ പല ആദിവാസി സമൂഹങ്ങളെ, പരിഷ്കൃതമല്ലാത്ത സമൂഹങ്ങളെ, തുണി ഉടുക്കാനേ അവകാശമില്ലാത്തവരെയൊക്കെ തുണി ഉടുക്കാൻ പഠിപ്പിക്കുകയും തുണിയെടുക്കുന്നത് അവകാശമായി കൊണ്ടു നടക്കാനും ആഗ്രഹിച്ച ഒരു ജനസമൂഹത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ തുണി ഉടുക്കാതിരിക്കാനുള്ള അവകാശവും വേണം എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നതിനെ ആയിരിക്കാം ഒരുപക്ഷെ പ്രതിഭ MLA ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ അപകടകരമായ സാമൂഹികാവസ്ഥയെ ആയിരിക്കാം അവർ ചൂണ്ടിക്കാട്ടുന്നത്. അവർ പറയുന്നതിലും ചെറിയൊരു കാര്യമില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. അതേസമയം ഈ ഒരു പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടി ഇത്തരം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഏത് വിധേനയും സമൂഹത്തിൽ ഇടപെടാനും ഏത് വസ്ത്രം ധരിക്കാനുള്ള അവകാശമൊക്കെ സ്ത്രീകൾക്കുണ്ട് എന്ന് വാദിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇത്ര പബ്ലിക്കായിട്ട് ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പൊതുവെ നിരീശ്വരവാദികളാണെന്നും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും മറ്റും ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനം ഇന്നിപ്പോൾ വലിയ വിശ്വാസ സംരക്ഷകരായി തീർന്നിരിക്കുന്നു എന്നൊരു ആക്ഷേപം നേരിടുന്ന ഈ ഘട്ടത്തിലാണ് പ്രതിഭയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു ചൂടേറിയ വാർത്തയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.